മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ പുതിയ ആരോപണം. വീണയുടെ കമ്പനിയുമായി ബിസിനസ് ബന്ധമുണ്ടായിരുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറെ ശ്രീനാരായണ ഗുരു സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായി നിയമിച്ചതിനെപ്പറ്റിയാണ് ആരോപണം. ഘടകകക്ഷികൾക്ക് പോലും പ്രാതിനിധ്യമില്ലാത്ത സിൻഡിക്കേറ്റിൽ സാന്റാ മോണിക്ക ഡയറക്ടർ റെനി സെബാസ്റ്റ്യനെ നിയമിച്ചത് അവരുടെ സ്ഥാപനത്തിന് ബിസിനസ് വിശ്വാസ്യത നേടിക്കൊടുക്കാനാണെന്നും ആക്ഷേപമുണ്ട്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സിൻഡിക്കേറ്റ് നിയമനത്തിൽ വീണ വിജയനെ ബന്ധപ്പെടുത്തി ആരോപണം ഉന്നയിച്ചത്. വിദേശ പഠനത്തിന് വിദ്യാർത്ഥികളെ അയക്കുന്ന ഏജൻസിയായ സാന്റാ മോണിക്കയുടെ ഡയറക്ടറാണ് സിൻഡിക്കേറ്റ് അംഗമായി നിയമിതയായ ഡോക്ടർ റെനി സെബാസ്റ്റ്യൻ. വീണ വിജയൻ്റെ കമ്പനി എക്സാലോജിക്കുമായി ബിസിനസ് ബന്ധമുള്ള സ്ഥാപനമായിരുന്നു സാന്റാ മോണിക്ക. ഇതാണ് CPM ബന്ധമോ പാർട്ടി അംഗത്വമോ ഇല്ലാത്ത റെനി സെബാസ്റ്റ്യനെ സിൻഡിക്കേറ്റ് അംഗമായി നിയമിക്കാൻ കാരണമെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ആരോപണം. സാന്റാ മോണിക്ക നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ എക്സോളജിക് എന്ന് പറയുന്ന കമ്പനിക്ക് മാസപ്പടി നൽകുന്ന ആക്ഷേപമുണ്ട്. അപ്പോൾ അങ്ങനെ മാസപ്പടി നൽകുന്ന വിദേശത്തേക്ക് കുട്ടികളെ കയറ്റി അയക്കുന്ന ഈ പറഞ്ഞ സാന്താ മോണിക്ക എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായ ഡോക്ടർ റെനി സെബാസ്റ്റ്യനെയാണ് ഇപ്പോൾ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗമായി ഗവൺമെൻറ് നിയമിച്ചിരിക്കുന്നത്. അത് തെറ്റായൊരു സന്ദേശം നൽകുമെന്നാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗം തന്നെ പറയുന്നു ഇവിടെ പഠിക്കുന്നതിൽ ക്വാളിറ്റി ഉണ്ടാവില്ല, നമുക്ക് വിദേശത്തേക്ക് പോകണം. അപ്പോൾ വിദേശത്തേക്ക് കുട്ടികളെ കയറ്റി അയക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത തെറ്റാണ്, യാതൊരു കാരണവശാലും പാടില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ മാസപ്പടിയാണ്. ഈ മാസം 11-നാണ് SFI സംസ്ഥാന പ്രസിഡന്റ് K. അനുശ്രീക്കൊപ്പം റെനി സെബാസ്റ്റ്യനെ സിൻഡിക്കേറ്റ് അംഗമായി നിയമിച്ച് ഉത്തരവിറക്കിയത്. നിയമനം സംബന്ധിച്ച് സർവകലാശാല വാർത്താക്കുറിപ്പ് ഇറക്കിയില്ല. വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറെ സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് നിയോഗിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തെറ്റായ കീഴ്വഴക്കത്തിന് വഴിവെക്കും. അതുകൊണ്ട് നാമനിർദ്ദേശം അടിയന്തരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.